മുആവിയയെയും അബൂ സുഫിയാനെയും അയാളുടെ മക്കളെയും അയാളുടെ കുടുംബവാഴ്ചയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആ വൃത്തികെട്ട കഥകൾ പുറം ലോകം അറിയാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ഇരുമ്പ് പറയുന്ന പേരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അയാൾ ഉണ്ടാക്കിയ ഗോത്ര നിയമങ്ങളെ സമൂഹത്തിന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ തടയണയാണത്. അത് പൊട്ടി ദുർബലമായിരുന്നു. അത് ജനങ്ങൾക്ക് ഇപ്പോഴെല്ലാം അറിയാം. ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിന്ന് ഉമ്മാക്കി കാണിച്ചാലൊന്നും ഇനി ജനങ്ങൾ പഠിക്കില്ല. നിങ്ങൾ പറയണം, നിങ്ങളോട് ചോദിക്കുന്നു, പറയണം, ആരാണ് അബൂ സുഫിയാൻ? മുആവിയയുടെ അച്ഛൻ ആരാണ്? ആ അബൂ സുഫിയാൻ ഇസ്ലാമിന് നൽകിയത് എന്തൊക്കെയാണ്? ആരാണ് മുആവിയ? ആ മുആവിയ എന്തൊക്കെയാണ് ചെയ്തത്? എത്രയായിരം സഹാബികളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ ഒരു സീറ്റ് മുസ്തഫ മൗലവിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം വെള്ളിയാഴ്ച ഖുതുബ എന്ന പേര് വീട്ടിൽ നടത്തുന്ന ഒരു പ്രസംഗം, അത് പിന്നെ വെള്ളിയാഴ്ച ഖുതുബ എന്ന് പറഞ്ഞ് പുറത്തു വിടുകയും അതിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലും വശലാക്കുന്ന രൂപത്തിൽ ഇമാം ബുഖാരി അസ്ലീൽ ഹദീസ് എന്നൊക്കെ പറയുന്ന വിഷയം നമ്മൾ കഴിഞ്ഞ വിഷയം ചർച്ച ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം വീണ്ടും കുറച്ചുകൂടി കടന്നു കഴിയുന്ന രൂപത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയെ ആക്ഷേപിക്കുന്ന രൂപത്തിലൊക്കെ ചില സംസാരങ്ങൾ കൂടി വന്നിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ കാണുന്ന ഖാലുൽ മുഅ്മിനീൻ, വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ അമ്മാവനാണ് അദ്ദേഹം. പ്രവാചകൻ കല്യാണം കഴിച്ചത് കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു ഹബീബ അഥവാ റംല റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കം ഫത്വാഹിന് മുമ്പ് തന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീകൾ എഴുതി വെക്കുന്ന, വിശുദ്ധ ഖുർആനിന്റെ വഹീകൾ എഴുതി വെക്കുന്ന ഒരു പ്രഗത്ഭനായ സഹാബിയായിരുന്നു മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിരവധി ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത, വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മഹത്വം അത് തിരസ്കരിക്കാനോ തള്ളിക്കളയാനോ കഴിയില്ല. ഇതുപോലുള്ള പിഴച്ച ചില ആളുകളുടെ വാദമില്ലാതെ. കാരണം ഇത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹു തള്ളുന്നത്? ഇദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹു മാത്രമല്ല തള്ളിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, വിശുദ്ധ ഖുർആനെ തന്നെയും ഇദ്ദേഹം തള്ളിയിട്ടുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ ഇദ്ദേഹത്തിൻ്റെ കിതാബാണ്. വിശുദ്ധ ഖുർആൻ മാത്രം പിന്നെ എല്ലാ വേദങ്ങളും സത്യവും നിത്യപ്രസക്തവുമാണ്. ഒരു വേദവും കാലഹരണപ്പെട്ടിട്ടില്ല, അവയെല്ലാം ദൈവവചനങ്ങൾ തന്നെ. അള്ളാഹുവിൻ്റെ കിതാബ് മാത്രമല്ല ദൈവവചനം. മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകന്റെ ഹദീസുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത വളരെ വ്യക്തമാണ്. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ 25-26 ആയത്തുകളിൽ ഹുനൈൻ യുദ്ധവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ്. അതിൽ അള്ളാഹു പറയുന്നത് സുമ്മ അൻസലല്ലാഹു സക്കീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവൻ്റെ പ്രവാചകന്റെ മേലും വിശ്വാസികളുടെ മേലും സക്കീനത്തിറക്കി, സമാധാനമിറക്കി. ഈ മുഅ്മിനീങ്ങളിൽ ആര് പെട്ടിട്ടുണ്ട്? മുആവിയ റളിയല്ലാഹു പെട്ടിട്ടുണ്ട്. കാരണം ഹുനൈൻ യുദ്ധത്തിൽ അദ്ദേഹം മുആവിയ റളിയല്ലാഹു പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ സൂറത്തുൽ ഹദീദിൽ കാണാം, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅ്ളമു ദറജതൻ മിനൽ ലദീന അൻഫഖു മിൻ ബഅദ്. മക്കം ഫത്ഹിന് മുമ്പ് മുസ്ലിമായി യുദ്ധം ചെയ്തവരും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചവരും അതിനുശേഷം യുദ്ധം ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചവരും തമ്മിൽ തുല്യരല്ല, അവരാണ് കൂടുതൽ ശ്രേഷ്ഠർ. അപ്പം മക്കം ഫത്ഹിൻ്റെ മുമ്പ് മുസ്ലിമായ ഒരു വ്യക്തിയാണ് മുആവിയ റളിയല്ലാഹു. അപ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് രണ്ടാമത്തെ ആയത്തുകൊണ്ട് സ്ഥിരപ്പെട്ടു. മൂന്നാമതായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നത് ലഖദ് താബല്ലാഹു അലൻ നബി വൽ മുഹാജിരിൻ വൽ അൻസാർ അല്ലദീന തബഉഹു ഫീ സഅത്തിൽ ഉസ്റ. പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. ഈ സഅത്തുൽ ഉസ്റത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള വ്യക്തിയാണ് മുആവിയ. അപ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫളായിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വിശുദ്ധ ഖുർആനെതിരെ തള്ളിക്കളയുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇത് ഈ ഷിയാക്കളുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അതിൽ നിന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ എഴുത്തുകളിലൊക്കെ മഹാനായ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ മക്കളെയൊക്കെ മോശമായി പരിഭാഷപ്പെടുത്തി എന്തെങ്കിലും കാണാൻ പറ്റും. ഇപ്പൊ ഈ ഫലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെ ഇവരുടെയൊക്കെ ചില സംസാരങ്ങളും അതേപോലെ തന്നെ എഴുത്തുകളും കമന്റുകളൊക്കെ അവിടെയൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ മക്കളെയൊക്കെ മോശമാക്കി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവരുടെ അജണ്ട അതാണ്, ദീനിനെ പൊളിക്കാന്നുള്ളത്. തങ്ങളുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് അവരുദ്ദേശിക്കുന്നത്. എന്നാൽ അള്ളാഹു തന്റെ പ്രകാശം പൂർണ്ണതയിലെത്തിക്കാതിരിക്കില്ല, സത്യനിഷേധികൾക്ക് അതെത്ര തന്നെ അരോചകമാണെങ്കിലും.